എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് സർവീസ് നടത്തുന്ന ഏറ്റവും മോശം ട്രെയിൻ നമ്പർ 12696 തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഈ ട്രെയിനിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ട്രെയിനിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ്. ഒരു പട്ടി കുറേ നേരമായിട്ട് ഈ ഒരു ട്രെയിനിൻ്റെ കോച്ചിനടിയില്ല, പ്രത്യേകിച്ച് ആ ടോയ്ലറ്റിൻ്റെ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും മുഖം കൊണ്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എങ്കിലും ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ചെറിയൊരു കൗതുകമായി തോന്നി. ഇത് പ്ലാറ്റ്ഫോം 1 ഒരു ഫുഡ് കോർട്ടാണ് കേട്ടോ. ശരിക്കും ട്രെയിനിലെയും റെയിൽവേ സ്റ്റേഷനിൽ ഫുഡൊന്നും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ഹോട്ടലിൽ ഫുഡ് തരക്കേടില്ലാന്ന് തോന്നി. ഇത് റേറ്റ് കൂടുതലാണ്, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ ഫുഡ് കിട്ടുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ കേട്ടോ. ട്രെയിൻ നമ്പർ 12696 തിരുവനന്തപുരത്ത് നിന്ന് MGR ചെന്നൈ സെൻട്രൽ വരെ പോകുന്ന ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇതിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഈ കൊടുത്തിരിക്കുന്ന നെയിം പ്ലേറ്റ് വരെ അതിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കും, ദ്രവിച്ച് പൊടിഞ്ഞ് അത് നമ്മുടെ പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു യാത്ര ശരിക്കും വളരെ ദുരിതപൂർണ്ണമാണ്. അത്യാവശ്യം ക്ലീനാണ് കേട്ടോ, നമുക്ക് വൃത്തിയെ ഒരുപാട് കുറ്റം പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഇത് കണ്ടോ, ഇത് AC കോച്ചാണ്, ഫസ്റ്റ് ക്ലാസ് AC കോച്ചാണ്. അതിൻ്റെ പുറമെയുള്ള കണ്ണാടിയുടെയൊക്കെ ചുറ്റുമുള്ള ആ ഒരു റബ്ബർ കോട്ടിങ്ങിലെ അതെല്ലാം ദ്രവിച്ച് പോയിരിക്കുകയാണ്, പൊടിഞ്ഞിരിക്കുകയാണ്. ആ ഗ്ലാസ്സൊക്കെ അല്പം ഒന്ന് ബലത്തിലൊന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടി വീഴും എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കോച്ചിൻ്റെ അകഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം വൃത്തിയായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈനൊക്കെ കണ്ടു. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു ട്രെയിനാണ് കേട്ടോ. നല്ല വരുമാനം കിട്ടുന്ന ഒരു ട്രെയിൻ കൂടിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിന് LHP കോച്ച് ഇത്ര നാളായിട്ടും പ്രൊവൈഡ് ചെയ്യാതെന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കാണുന്നത് സെക്കൻഡ് AC കോച്ചാണ് കേട്ടോ. ഇതിനകത്ത് സൈഡിൽ 2 ബർത്ത് വരും, അതുപോലെ തന്നെ വലതുഭാഗത്തായിട്ട് 4 ബർത്തായിരിക്കും വരുന്നത്. നോർമൽ 3AC എന്ന് പറയുമ്പോൾ 3 ബർത്തിന് പകരം ഇവിടെ 2 ബർത്തായിരിക്കും ഒരു സൈഡിൽ ഉണ്ടാവുക. അപ്പോൾ ആ മിഡിലിൽ നമ്മൾ ചാരി ഇരിക്കുന്ന ഭാഗം താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല വീതിയുള്ള ബെഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കറക്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പ്രൈവസിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിനകത്തുള്ള ടോയ്ലറ്റും അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ നല്ല രീതിയിൽ പഴക്കമുണ്ട്. ഇപ്പോൾ പറയുന്ന പുതിയ കോച്ചുകളിലൊന്നും ഈ ഫാനൊന്നും വെച്ചിട്ടില്ല. ഈ ഒരു ഫാൻ ഉള്ളത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഇവിടെ പണ്ടുള്ള ആൾക്കാരുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ എഴുതി കാക്കി കുറിച്ചൊക്കെ വെക്കുന്നത്. അപ്പോൾ അത് ഇവിടെയും ആരോ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പഴക്കം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതൊരു മറ്റൊരു തെളിവാണ് കേട്ടോ. ഇപ്പോൾ ആരും ഇങ്ങനെ എഴുതി വെക്കാറില്ല എൻ്റെ അറിവിൽ. ഇത് കണ്ടോ, ഇത് സെക്കൻഡ് AC മറ്റൊരു ടോയ്ലറ്റാണ് കേട്ടോ. അതിൻ്റെ അവസ്ഥ നോക്കിയാൽ എല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇതിലൂടെ എലിയും പാമ്പൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. വളരെ മോശം അവസ്ഥയാണ്. അവിടെ നമ്മുടെ ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് പഴയ കോച്ചാണ് കേട്ടോ, നല്ല പഴക്കമുള്ള കോച്ചാണ്. നിങ്ങൾക്ക് ആ ഒരു സീറ്റിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 3rd AC കോച്ചിലേക്ക് വരുമ്പോൾ കാഴ്ചകൾ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. കാരണം ഇത് അത്യാവശ്യം കുറച്ചും കൂടി പുതുമയുള്ള ഒരു കോച്ചാണ്. 3rd AC കോച്ചാണ്, അതായത് ഫസ്റ്റ് AC സെക്കൻഡ് AC കഴിഞ്ഞിട്ട് വരുന്ന 3rd AC കോച്ചിൽ അത്യാവശ്യം വൃത്തിയുള്ള സീറ്റുകളും അത്യാവശ്യം കളർഫുള്ളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ സ്ലീപ്പർ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോലം നിങ്ങൾ കണ്ടു നോക്കൂ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞതിന് ശേഷമുള്ള ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാർ ചെയ്തു വെച്ച അതേ ഡിസൈനാണെന്ന് തോന്നുന്നു. ഇപ്പോഴും അതിൽ യാതൊരുവിധ മാറ്റവുമില്ല. ചിലപ്പോൾ ഈ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റും മാറ്റിയിട്ടുണ്ടാവാം. പിന്നെ ആ ഒരു ബോട്ടിൽ വെക്കുന്ന ഭാഗമൊക്കെ പുതിയതായിട്ടുള്ള സംഭവങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു നമ്മൾ കാല് വെച്ച് കയറുന്ന ഭാഗം സ്റ്റീലാക്കിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് കേട്ടോ, അല്ലാതെ വേറെ മാറ്റമൊന്നുമില്ല. നല്ല പഴക്കം തോന്നിക്കുന്നുണ്ട്. ഇതിന് എപ്പോഴാണ് ഇതിനൊരു LHP കോച്ചൊക്കെ വന്ന് ഈ ഒരു ദുരിതം മാറുക എന്നുള്ളത് ദൈവത്തിനറിയാം. എല്ലാ ദിവസവും വൈകുന്നേരം 5:15 നമ്മുടെ ഈ ഒരു ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പിറ്റേ ദിവസം രാവിലെ 10-10:30 മണിയോട് കൂടി ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരും. അപ്പോൾ കൃത്യസമയത്ത് നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. മിക്കവാറും ദിവസങ്ങളിൽ 5-10 മിനിറ്റൊക്കെ ലേറ്റായിട്ടാണ് എടുക്കാറുള്ളത്. കാരണം 2-3 ട്രെയിനുകൾ ഈ ഒരു സമയത്ത് ക്രോസിങ്ങിന് വരാറുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റേഷനിലേക്ക്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മോടി പിടിപ്പിക്കൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ടൈൽസൊക്കെ ഈ ഇടയ്ക്ക് മാറ്റിയതേ ഉള്ളൂ. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം.
ഈ ട്രെയിനിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിനകത്ത് പാൻട്രിക്കാരില്ല കേട്ടോ. അപ്പോൾ ഈ ഫുഡ് സെർവ് ചെയ്യുന്ന ഈ ഒരു കാറ്ററിംഗുകാർ ഇവർ ഫുഡിൻ്റെ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു കോച്ചിൻ്റെ വാതിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കും. അത് യാത്രക്കാർക്ക് ഇറങ്ങാനും അകത്തേക്ക് കയറാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ICF കോച്ചുകളുടെ പരമാവധി വേഗത എന്ന് പറയുന്നത് 110 കിലോമീറ്ററും LHP കോച്ചുകളുടെ പരമാവധി വേഗത 160 km/h. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ മാക്സിമം സ്പീഡ് നമുക്ക് ഏത് വരെ പോകുമെന്ന് നോക്കാം. ഇപ്പം നമ്മൾ വർക്കലയ്ക്ക് മുമ്പുള്ള ഒരു റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പരമാവധി നമുക്ക് 110 km വരെയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രെയിൻ എത്ര സ്പീഡിലാണ് പോകുന്നത് നമുക്ക് നോക്കാം. മാത്രമല്ല ഈ ഒരു ICF കോച്ചുകളുടെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദമാണ് കേട്ടോ. ഭയങ്കര സൗണ്ടാണ്, കാതടപ്പിക്കുന്ന സൗണ്ടാണ്. പ്രത്യേകിച്ച് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട്. ഈ ലോ ബർത്ത് കിടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു വൈബ്രേഷനും സൗണ്ടും കൂടിയിട്ട് ഉറക്കം ശരിയാവാതെ ഒരു വട്ട് പിടിച്ച അവസ്ഥയിലായിരിക്കും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ശിവഗിരി മഠത്തിലേക്കൊക്കെ പോകാനായിട്ട് ഇറങ്ങേണ്ട ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. തിരുവനന്തപുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ആദ്യത്തെ സ്റ്റോപ്പാണ് വർക്കല. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം ആളുകൾ നമ്മുടെ ഈ ഒരു ട്രെയിനിനകത്തേക്ക് കയറും. അതുപോലെ തന്നെ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റ് യാത്ര ചെയ്യുന്ന ആളുകൾ കുറച്ചൊരു ഇവിടെ ഇറങ്ങും. ഈ കാണുന്നത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു. നമ്മുടെ റെയിലിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് കവർ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ കേരളത്തിൽ നടന്ന സമരങ്ങളും മറ്റ് പ്രശ്നങ്ങളും എല്ലാം വെറുതെ ആയിരുന്നു. നമ്മുടെ റെയിലിൻ്റെ പരിപാടി തുടങ്ങി കഴിഞ്ഞു. ശരിക്കും കേരളത്തിന് ഇങ്ങനെ ഒരു സംവിധാനം അത്യാവശ്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ നമ്മുടെ കേരളത്തോട് കാണിക്കുന്ന സമീപനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് റെയിൽവേ നെറ്റ്വർക്ക് വരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഈ കാണുന്നത് നമ്മുടെ മംഗലാപുരത്തു നിന്ന് വരുന്ന പരശുറാം എക്സ്പ്രസ് ട്രെയിനാണ് കേട്ടോ. പണ്ടത് നാഗർകോവിൽ വരെയാണ്, ഇപ്പോൾ അത് കന്യാകുമാരി വരെ സർവീസ് നീട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വീണ്ടും. അപ്പോൾ കുറച്ച് സമയം ലേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 5:15-നെടുത്ത ട്രെയിൻ 6 മണിയോടുകൂടി അടുപ്പിച്ചിട്ടാണ് വർക്കലയിൽ നിന്നും പോകുന്നത്. ഏകദേശം 45 മിനിറ്റോളം എടുത്തു കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വർക്കലയിലേക്ക് വന്ന് ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോകാനായിട്ട്. ശരിക്കും ആ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു ട്രെയിനിന്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്റ്റോപ്പാണ് ശരിക്കും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് 10-15 മിനിറ്റ് ലേറ്റ് ആകാറുണ്ട്. പിന്നീട് അത് അങ്ങോട്ട് റണ്ണിങ്ങിൽ പിടിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് റെയിൽവേ ക്രോസിങ്ങുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പല ട്രാക്കുകളിലും സ്ലോ ആയിട്ടേ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ഒരു ട്രെയിനിൽ പോലീസുകാരുടെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് 2-3 പോലീസുകാരെ നമ്മുടെ കോച്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുന്നുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമേ ഇവരൊക്കെ എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും ഇവിടെ നിന്നും പുനലൂരിലേക്ക് വേറൊരു റൂട്ട് ഡൈവേർട്ട് അത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഒരുപാട് യാത്രക്കാർ ഇവിടെ ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് പുറകെ വരുന്ന ട്രെയിനിൽ കയറാനുള്ള യാത്രക്കാരെ നമുക്കിവിടെ കാണാം. നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അങ്ങനെ കൊല്ലത്ത് നിന്നും നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനി വരുന്നത് കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് ലേറ്റായിട്ടാണ് ഈ ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്, കോട്ടയം വഴി സർവീസ് നടത്തുന്ന വന്ദേ ഭാരതാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ ക്രോസിങ്ങിന് വേണ്ടിയിട്ട് കുറേ ട്രെയിനുകൾ ഈ ഒരു സമയം പിടിച്ചിടാറുണ്ട്. അപ്പോൾ ടൈമിങ്ങിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. ചപ്പാത്തി ബിരിയാണി ചപ്പാത്തി ബിരിയാണി. പതിവിന് വിപരീതമായിട്ട് ഞാനിന്ന് യാത്ര ചെയ്യുന്ന കോച്ചിലെ ടി വളരെ നല്ല മനുഷ്യനാണ് കേട്ടോ. ഒരുപാട് പേര് ജനറൽ ടിക്കറ്റായിട്ട് ഈ ഒരു ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് വരെയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ചാർജ് വാങ്ങിച്ചിട്ട് സീറ്റൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് കാണുന്നുണ്ട്. രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ചയാണ് കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഇടിച്ച് കയറുന്നത് പോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ പോലീസുകാരും ഉണ്ട്. അപ്പോൾ ഇവരെ കയറുന്ന കണ്ടിട്ട് എനിക്കൊരു അത്ഭുതം തോന്നി. ഇനിയിപ്പം ഞാൻ ട്രെയിൻ വല്ലതും മാറിപ്പോയോ, ഈ രാത്രി ഉറക്കത്തിൽ ഇനി എഴുന്നേറ്റിട്ട് വേറെ ഏതെങ്കിലും ട്രെയിനിൽ കയറി എന്നൊക്കെ തോന്നിപ്പോയി. കാരണം എല്ലാ സീറ്റുകളിലും വൃത്തുകളിലായിട്ട് ഇതുപോലെ കുറേ ആളുകൾ വന്നിട്ട് അവരുടെ എന്തോ ഈ പറഞ്ഞ പിതൃസ്വത്ത് പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുകയും കിടക്കുകയും നടക്കുകയും ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ആരും ചോദിക്കുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. ടി ഒന്നും ഇവരൊന്നും കണ്ട മൈൻഡില്ല. ഇവിടെ ടിക്കറ്റ് സ്കൂളുണ്ട്, ഇവരാരും ഇവരൊന്നും ചെയ്യുന്നില്ല. ഇവർക്ക് ഫൈൻ അടിച്ചു കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ യാത്ര ചെയ്യുന്ന ആളുകൾ സ്ലീപ്പർ ക്ലാസ് കയറുമ്പോഴുള്ള പ്രശ്നം നിങ്ങൾക്ക് അറിയാം എന്താണ് പ്രശ്നമെന്നുള്ളത്. വെയിറ്റിംഗ് ലിസ്റ്റ് ആർക്ക് പോലും നേരെ ചൊവ്വേ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ കേരളത്തിനൊരു നിയമം തമിഴ്നാട്ടിൽ വേറൊരു നിയമമാണോ എന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് കേട്ടോ. നമ്മളവിടെ ഫൈൻ അടിക്കാനൊക്കെ മത്സരിച്ചിട്ടാണ് ടിമാർ ചെയ്തിടുന്നത്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളികൾ അത്യാവശ്യം മാന്യത പുലർത്താറുണ്ട്. അവർ ഇതേപോലെ സ്ലീപ്പറിൽ കയറിയാൽ പോലും എക്സ്ട്രാ ഫെയർ കൊടുത്തിട്ട് ടിയോട് ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ച് വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകൾ ഇരുന്നൊക്കെ യാത്ര ചെയ്യാറുണ്ട്. ഇവിടെ അങ്ങനെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ സബർബൻ ട്രെയിനുണ്ട്, ലോക്കൽ ട്രെയിനുകളുണ്ട്. എന്നിട്ട് ഇവന്മാർ എല്ലാം കൂടി ഈ ഒരു ട്രെയിനകത്തേക്ക് തള്ളി കയറുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളവിടെ ആണെങ്കിൽ ട്രെയിനുകളുടെ ലഭ്യത കുറവുകൊണ്ടാണ്, ആൾക്കാർ ഗതികേട് കൊണ്ടാണ്, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോലും സീറ്റില്ലാത്തത് കൊണ്ട് ഈ സ്ലീപ്പർ ക്ലാസ്സുകളിലൊക്കെ കയറേണ്ടി വരുന്ന അവസ്ഥ എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ് കേട്ടോ. യാതൊരു ഇത് കൊടുത്തുമില്ല. തൊട്ടടുത്തൊരു മുൻകൂട്ടി യാത്ര ചെയ്യുന്നുണ്ട്. ആ പുള്ളിക്കാരുടെ സീറ്റിൻ്റെ അവിടെ 2-3 പേര് കയറി വലിഞ്ഞേറി ഇരിപ്പുണ്ട്. ഇത് എന്താണ്, ഇത് ആരോട് പറയാനാണ്? ശരിക്കും അത്ഭുതം. പോലീസുകാരനകത്ത് കയറിയിട്ട് പോലും ഇവരെ ഒന്നും നിയന്ത്രിക്കാനോ ഇറക്കി വിടാനോ ആരും നോക്കിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഞാനിപ്പോൾ ആരക്കോണം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിച്ചേർന്നത് കേട്ടോ. ഞാൻ തൽക്കാലം ഇവിടെ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ ചെന്നൈയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോഴും കാഴ്ച വ്യത്യസ്തമല്ല. നേരത്തെ കയറിയതുപോലെ പോലെ തന്നെ ഇവിടെ നിന്നും ആളുകൾ ഈ മെമു ട്രെയിനിലും പാസഞ്ചർ ട്രെയിനിലൊക്കെ കയറുന്നത് പോലെ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റുകളിലൊക്കെ കയറുന്നുണ്ട്. ഒരു കൂസലും ഇല്ലാതെ ഇവരൊക്കെ കയറുന്നതെന്ന് ആലോചിക്കണം. ഇവർക്കൊന്നും യാതൊരുവിധ പേടിയൊന്നുമില്ല. ഇവർക്കൊന്നും യാതൊരുവിധ നിയമവും ബാധകവും ഇല്ലാത്ത മട്ടാണ്. ഇത് എന്തല്ലേ, സദൈൻ റെയിൽവേയുടെ കീഴിൽ വരുന്നതാണ് നമ്മുടെ കേരളവും തമിഴ്നാടും എല്ലാം. പക്ഷേ ഇവിടെ പലർക്കും പല റൂളാണ്. ഇപ്പോൾ ഈ ആരക്കോണം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാനിനി പോകുന്നത് തിരുപ്പതിയിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കുരങ്ങന്മാരിങ്ങനെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ സ്റ്റെപ്പിലേക്ക് കയറിയപ്പോൾ ആദ്യം ചെറുതായിട്ടൊന്ന് പേടിച്ചു. എൻ്റെ ക്യാമറ തട്ടിപ്പറിക്കുമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ തിരുപ്പതിയിലേക്ക് ഇവിടെ നിന്നൊരു മെമു ട്രെയിനുണ്ട്. ചെന്നൈയിൽ നിന്നും നമ്മുടെ ആരക്കോണം വഴി പാസ് ചെയ്ത് പോകുന്നൊരു മെമു ട്രെയിനുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് തിരുപ്പതി വരെ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തിരുപ്പതിയിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.